NC അസ്താനയെ കേരളത്തിലെ ആളുകൾ അത്ര വേഗം മറക്കാൻ ഇടയില്ല. നമ്മുടെ വിജിലൻസ് DGP ആയിരുന്നു NC അസ്താന എന്ന IPS ഓഫീസർ. അദ്ദേഹം പിന്നീട് കേന്ദ്ര സർവീസിലേക്ക് പോവുകയും BSFിൻ്റെയും CRPFിൻ്റെയും അഡീഷണൽ DGP ആയി ഡയറക്ടർ ജനറലായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ചില പരാമർശങ്ങൾ, അദ്ദേഹം മുസ്ലിം വിദ്വേഷത്തിന് പേര് കേട്ട ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇത്രയും കലർപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കേരളം പോലുള്ള ഒരു മതേതര സംസ്ഥാനത്ത്, മതേതരത്വം ഇത്രയും സൗഹാർദ്ദപരമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് DGP ആയിരുന്നതും വിജിലൻസിൻ്റെ തലപ്പത്തിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും മലയാളികൾ ഞെട്ടിപ്പോകും. കഴിഞ്ഞ ദിവസം അപൂർവാനന്ദ് എന്നൊരു വ്യക്തി എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. എക്സ് നിങ്ങൾക്കറിയാം, ട്വിറ്ററിൻ്റെ പുതിയ വെർഷനാണ് എക്സിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതിൽക്കെട്ടിനകത്തേക്ക് ഒതുക്കപ്പെടുകയാണ്. BJP RSS BJP ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഇതിന് നിർഭാഗ്യവശാൽ ഉദ്യോഗസ്ഥരുടെയും സർക്കാരിൻ്റെയും കോടതികളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും പിന്തുണയുണ്ട്. ഇത് വേദനാജനകമാണ്, നിരാശാജനകമാണ് എന്നായിരുന്നു അപൂർവാനന്ദ് എന്ന ഒരു വ്യക്തിയുടെ എക്സിലെ പോസ്റ്റ്. അതിന് NC ആസ്ഥാന ഒരു മറുപടി എഴുതി. അത് വേണം, അവന്മാരങ്ങനെ അനുഭവിക്കണം, അവന്മാരനുഭവിക്കേണ്ടവരാണ്, കാലം കൊടുക്കുന്ന തിരിച്ചടിയാണ്, അവന്മാർ മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവന്മാരെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നായിരുന്നു മറുപടി. ആലോചിച്ച് നോക്കുക, DGP റാങ്കിലിരുന്ന ഒരു മനുഷ്യൻ, IPSകാരനായ ഒരു മനുഷ്യൻ പറയുകയാണ് മുസ്ലിങ്ങളെ മതിൽക്കെട്ടിനകത്താക്കണം, RSSും BJPയും ചെയ്യുന്നതിൽ തെറ്റില്ല, ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിൽ തെറ്റില്ല, മീഡിയ അതിന് കൈകൊടുക്കുന്നതിൽ തെറ്റില്ല, സർക്കാർ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല, നീതിപീഠങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ അതിലും തെറ്റില്ല എന്ന് ഒരു DGP ആയ വ്യക്തി പറയുമ്പോൾ, ഒരു IPS ഓഫീസർ പറയുമ്പോൾ എന്തുമാത്രം കുടിലമാണ് നമ്മുടെ ബ്യൂറോക്രസി എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് നമുക്കറിയാം, UPയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം, സംഭാൽ മസ്ജിദിൽ നടന്ന സംഭവം. സംഭാലിൽ പള്ളി സർവേ ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർ ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് മുഗൾ ചക്രവർത്തി സംഭാലിലെ ക്ഷേത്രം ഇടിച്ചു നിരത്തി അതിന് പുറത്താണ് മസ്ജിദ് പണിതത് എന്നൊരു ആരോപണവും ഒരു ഹർജിയും വന്നപ്പോൾ കോടതി പറഞ്ഞു ഒരു സർവേ നടത്തൂ, അപ്പോൾ അതറിയാമല്ലോ, നിജസ്ഥിതി വ്യക്തമാകുമല്ലോ എന്ന് പറഞ്ഞ് കോടതി ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ അതിന് നിയോഗിക്കുന്നു. അവിടെ വന്ന ഉദ്യോഗസ്ഥർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് വരുന്നത്, ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് സംഭാലിലെ പള്ളിക്കുള്ളിൽ കയറുന്നത്. ഇത് മാത്രമല്ല, പോലീസ് അവിടെ അന്യായമായി പ്രതിഷേധക്കാരെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. ഇത് ഒരു മാധ്യമ പ്രവർത്തക അർഫ ഖാനും ഷെർവാനി എന്നൊരു വനിതാ മാധ്യമ പ്രവർത്തക ഇത് എക്സിൽ പങ്കുവച്ചു. ആ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം പങ്കുവച്ചു. അതിനും NC ആസ്ഥാന മറുപടിയുമായി എത്തി. എന്താണ്? മാധ്യമപ്രവർത്തകയെ മതം പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു അസ്താന. മതം പറഞ്ഞ് അധിക്ഷേപിക്കുക മാത്രമല്ല, നിങ്ങളുടെ ആളുകൾ, അതായത് അർഫ ഖാനും ഷെർവാനി മുസ്ലിം ആണ് എന്ന് NC അസ്താന ധരിച്ചു വെക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ആളുകൾ കോടതിയിൽ പോകൂ, നിയമത്തിലും ഭരണകൂടത്തിലും വിശ്വാസമുണ്ടെന്നാണല്ലോ നിങ്ങളുടെ ആളുകൾ പറഞ്ഞു നടക്കുന്നത്, എന്നാൽ നിങ്ങൾ കോടതിയിൽ പോകൂ, അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല എന്ന് വ്യംഗ്യം വരുന്ന തരത്തിലാണ് അസ്താനയുടെ മറുപടി. ഇയാൾ അസ്താന ഇപ്പോൾ മാത്രമല്ല, ഈ സംഭാൽ സംഭവത്തിലോ അതുമല്ല ഈ അപൂർവാനന്ദയുടെ എക്സിലെ കുറിപ്പിന് എഴുതിയ മറുപടിയിലോ മാത്രമല്ല അസ്താന ഇങ്ങനെ മുസ്ലിം വിദ്വേഷം പച്ചയ്ക്ക് കാർക്കിച്ച് തുപ്പുന്നത്. മനുഷ്യ മനസാക്ഷിയുടെ മുഖത്തേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മുഖത്തേക്ക്, ഇന്ത്യൻ മതേതരത്തിൻ്റെ മുഖത്തേക്ക്, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖത്തേക്ക് ഇങ്ങനെ പച്ചയ്ക്ക് വിദ്വേഷവും വർഗീയതയും തുപ്പുന്നത് അസ്താനയുടെ പതിവ് പരിപാടിയാണ്. അയാൾ മുമ്പും ചെയ്തിട്ടുണ്ട്. എന്താണ്? നിയമത്തിൻ്റെ ലാത്തിയും വെടിയുണ്ടയും വളരെ ശക്തമാണ് എന്നാണ് പറയുന്നത്. നിയമത്തിൻ്റെ ലാത്തിയും വെടിയുണ്ടയും വളരെ ശക്തമാണ്, അത് നിങ്ങളുടെ നെഞ്ചിനെ തുളച്ചു കയറും എന്ന് പറയുന്നത് ഈ ഷെർവാനിക്ക് നൽകിയ മറുപടിയിലാണ്. എന്താണ്? നിങ്ങൾ കോടതിയിൽ പോകൂ, അല്ലെങ്കിൽ ഭരണകൂടത്തിൽ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? നിയമത്തിൻ്റെ ലാത്തിക്കും വെടിയുണ്ടയ്ക്കും വളരെ ശക്തിയുണ്ട്, അത് നിങ്ങളുടെ നെഞ്ചുകൾ തുളച്ച് കയറുക തന്നെ ചെയ്യും. ഇദ്ദേഹം കേരള കേഡർ IPSകാരനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് കേന്ദ്രസേനയിൽ പോയി BSFിലും CRPFിലും ഒക്കെ ഉന്നത പദവി വഹിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അടുത്ത അസ്താനയുടെ വിദ്വേഷം മുമ്പുണ്ടായിട്ടുണ്ട്. BJP വക്താവ് നുപൂർ ശർമ്മ, അതറിയാം, നുപൂർ ശർമ്മയുടെ പരാമർശം അറിയാമല്ലോ, പ്രവാചകൻ നിന്ന് നടത്തിയപ്പോൾ സ്വാഭാവികമായും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾ അതിനെതിരെ പ്രതിഷേധിക്കും. പ്രതിഷേധക്കാരെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു. നുപൂർ ശർമ്മയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധിച്ച മുസ്ലിം സമുദായ അംഗങ്ങളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ ആ വീഡിയോ എക്സിൽ പങ്കുവച്ച ശേഷം അസ്താന കുറിച്ചത് എന്താണ്? മനോഹരമായ ദൃശ്യം. സ്വന്തം രാജ്യത്തെ സഹോദരങ്ങളെ പോലീസ് കിരാതമായി അടിച്ചമർത്തുമ്പോൾ അതിന് കൊടുത്ത തലക്കെട്ടാണ് മനോഹരമായ ദൃശ്യം. എന്തുമാത്രം ക്രൂരതയാണ് ഇയാളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നത്, വർഗീയ വിദ്വേഷമാണ്, വർഗീയ വിഷമാണ് ഇയാളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക.
ഏത് രാഷ്ട്രീയം പറഞ്ഞാലും, ഏത് ചരിത്രം പറഞ്ഞാലും, ഏത് മതം പറഞ്ഞാലും മനുഷ്യനെ മനുഷ്യനായി കാണാതെ, മനുഷ്യനെ സഹോദരനായി കാണാതെ അവനെ തല്ലിച്ചതയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും വർഗീയതയുടെയും വിഷത്തിൻ്റെയും ആണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ടാണ് അസ്താനയെ ഇങ്ങനെ നിശിതമായി വിമർശിക്കേണ്ടി വരുന്നതും. ഇങ്ങനെയുള്ള പ്രയാഗ്രാജിലെ വീടുകൾ ബുൾഡോസർ നയം സുപ്രീം കോടതി വരെ എതിർത്തതാണല്ലോ. അത് പാടില്ല, കൃത്യമായി പഠിച്ച് നോട്ടീസ് കൊടുത്ത് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവരെ കുടിയൊഴിപ്പിക്കാവൂ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ സ്വന്തം ചെലവിൽ സർക്കാർ വീട് കെട്ടിക്കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. അപ്പോഴാണ് പ്രയാഗ്രാജിലെ വീടുകൾ JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയപ്പോൾ പറഞ്ഞത് എന്താണ്? യുവമാർക്ക് ഇത് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അതായത് 1 ഡസനോളം പോസ്റ്റുകളാണ് ഇയാൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ടത്. പ്രയാഗ്രാജിലെ വീടുകൾ ഇടിച്ചപ്പോൾ ഏകദേശം 1 ഡസനോളം പോസ്റ്റുകൾ NC ആസ്ഥാന എക്സിൽ പങ്കുവച്ചു. എന്തിനാ? അതിന് അനുകൂലമായി. ഇനി ഗുസ്തി താരങ്ങളുടെ സമരം, ഗുസ്തി താരങ്ങൾ ബ്രിജേഷ് സിംഗിനെതിരെ സമരം നടത്തിയല്ലോ. ശാരീരിക പീഡനം, മാനസിക പീഡനം അതൊക്കെ പറഞ്ഞ് ഗുസ്തി താരങ്ങൾ പൊതുനിരത്തിൽ സമരം ചെയ്തു, ഒളിമ്പിക്സ് വിന്നർ ഉൾപ്പെടെ. അതായത് രാജ്യത്തിൻ്റെ യശസ് മറ്റു പല വേദികളിലും കായിക വേദികളിൽ ഉയർത്തിക്കാട്ടിയ ഗുസ്തി താരങ്ങൾ സമരം ചെയ്തപ്പോൾ ഗുസ്തി താരങ്ങളെ നേരിടേണ്ടത് വെടിയുണ്ട കൊണ്ടാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് NC ആസ്ഥാന. NC ആസ്ഥാന ശരിക്കും മുസ്ലിം വിദ്വേഷം പരത്തുന്ന ഈ കേരള മുൻ DGP എന്തോ കേന്ദ്രത്തിൽ നിന്നെന്തോ കിട്ടാനുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മുസ്ലിം വിദ്വേഷം പരത്തി എന്തോ വലിയ സ്ഥാനം കിട്ടാനുള്ള കൊതി കൊണ്ടാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. അധികാര ദുർമോഹം കൊണ്ട് ചെയ്തു പോകുന്നതായിരിക്കാം ഇതെങ്കിലും ഇയാളുടെ മനസ്സിലെ കലർപ്പ് രാജ്യത്തെ ആകെ വിഷലിപ്തമാക്കാൻ പോകുന്ന ഒന്നാണെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്.